ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ ദൈവം അവസരം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓർത്തഡോക്സ് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മലങ്കരയിലെ സുവിശേഷം പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങളുടെ പ്രവർത്തനത്തോടെ വളരെ ജനകീയമായി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വളരെ സാധാരണക്കാർക്കും ഇതര മതസ്ഥർക്കും പോലും സുപരിചിതമായ വിധത്തിൽ അവരുടെ പ്രിന്റഡ് മീഡിയ വഴി പാംലെറ്റുകൾ വിതരണം ചെയ്യുന്നതിലൂടെയും പരസ്യമായ പ്രസംഗങ്ങളിലൂടെയും വ്യക്തിഗതമായിട്ടുള്ള ക്യാൻവാസിങ്ങിലൂടെയുമൊക്കെ ഏറെക്കുറെ ഒരു ധാരണ രൂപപ്പെട്ടു. അതുകൊണ്ട് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ആളുകൾക്കെല്ലാം ക്രിസ്ത്യാനികളുടെ സുവിശേഷത്തിന്റെ സംക്ഷിപ്തം അല്ലെങ്കിൽ ഒരു രത്നചുരുക്കം അറിയാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്തയിടെ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഹിന്ദു മതത്തെ സ്നേഹിച്ച് ഇന്ത്യയുടെ പാരമ്പര്യങ്ങളെ സ്നേഹിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ജർമ്മൻ യുവതി ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ദേവീദേവന്മാരെ ക്രിസ്ത്യാനികൾ പിശാചുക്കളായിട്ട് കാണുന്നു, അവരെ വെറുക്കുന്നു എന്നൊക്കെയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സുവിശേഷം കേൾക്കുന്നുണ്ടെങ്കിലും ഈ സുവിശേഷത്തിന് വ്യത്യാസമുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. പ്രൊട്ടസ്റ്റന്റ് സുവിശേഷവും ഓർത്തഡോക്സ് വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മിൽ പല ആളുകളും ചിന്തിക്കുന്നത് പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് പരിശുദ്ധ കന്യക മറിയത്തെ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപേക്ഷകൾ അവർ നടത്തുന്നില്ല. രണ്ടാമത്, പരേതരുടെ കബറിടങ്ങളിൽ അവർ പ്രാർത്ഥനകൾ നടത്തുന്നില്ല. മൂന്നാമത്, അവർ ശിശുക്കളെ മാമോദിസ കൊടുക്കാതെ മുതിർന്നു കഴിഞ്ഞ് മാത്രം സ്നാനം നടത്തുന്നു. ഈ മൂന്ന് വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും സെയിം ആണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു ചിന്തയിൽ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് ഓർത്തഡോക്സ് വിശ്വാസവും പെന്തക്കോസ്ത് വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഒതുക്കി നിർത്തുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, അവർ ശിശുക്കളെ മാമോദിസ മുക്കുന്നില്ല. രണ്ട്, അവർ മാതാവിനെയും മറ്റു വിശുദ്ധന്മാരെയും ബഹുമാനിക്കുന്നില്ല. മൂന്ന്, അവർ മരിച്ചവരെ അനുസ്മരിക്കുന്നില്ല. ബാക്കിയെല്ലാം സെയിം ആണ് എന്നാണ് ചിന്തിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ് എന്നുള്ള വിധത്തിലാണ് അവരും പെരുമാറുന്നത്. അപ്പൊ പിന്നെ എന്താണ്? പിന്നെ നിങ്ങൾക്ക് ഉള്ള എക്സ്ട്രാ അത് ദുരുപദേശങ്ങളാണ്, അത് പാരമ്പര്യങ്ങളാണ്. അതിനെ മുറിച്ചു മാറ്റി സ്വതന്ത്രരാവുക, വിശുദ്ധരാവുക എന്നുള്ളതാണ് ആഹ്വാനം. ഇതാണ് കേരളത്തിൽ നടന്നു വരുന്ന സുവിശേഷ പ്രവർത്തനം. അതായത് നമ്മൾ രണ്ടു കൂട്ടരും വിശ്വസിക്കുന്ന ഒന്നാണ്, നമ്മൾ രണ്ടു കൂട്ടരും കാത്തിരിക്കുന്ന ഒരേ കർത്താവിനെയാണ്, നമ്മൾ ആരാധിക്കുന്ന ഒരേ ദൈവത്തെയാണ്. പക്ഷെ ആകെയുള്ള വ്യത്യാസം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇടയിൽ കുറച്ച് ദുരാചാരങ്ങളുണ്ട്. അത് ഒത്തിരി വർഷങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ട് പാരമ്പര്യമായിട്ട് കുറച്ച് ദുരാചാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട്. അത് മാറ്റിയാൽ നിങ്ങളിൽ ദൈവം കൂടുതൽ പ്രസാദിക്കും എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത്. ഇത് കേട്ട് സാധുശീലരായ നിഷ്കളങ്കരായ ഓർത്തഡോക്സ് വിശ്വാസികൾ ധാരാളം പേർ പെന്തക്കോസ്ത് മതത്തിൽ ചേർന്നിട്ടുണ്ട്. അപ്രകാരം ചേർന്ന ഒരാളാണ് ഞാനും ചിന്തിച്ചു ഇത് സെയിം ആയിരിക്കുമെന്ന്. എന്നാൽ 25 വർഷത്തെ പെന്തക്കോസ്ത് പ്രയാണത്തിനിടയിൽ ഞാൻ തിരിച്ചറിഞ്ഞത് പെന്തക്കോസ്ത് ഉപദേശം ഓർത്തഡോക്സ് ദൈവശാസ്ത്രവുമായി അടിസ്ഥാനപരമായി വ്യത്യാസപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാറ്
നമ്മളൊരു കാറ് മേടിക്കുകയാണ്, മാരുതിയുടെ ഡിസയർ വാങ്ങുകയാണ്. അപ്പം നമ്മൾ ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ 3 മോഡൽ കാണിക്കുകയാണ്. ഇപ്പം ഇത് കണ്ടോ, ഇതൊരു മോഡല്, ഇത് അടുത്ത മോഡല്, ഇത് 3 മാരുതി ഡിസയറാണ്. മോഡൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇഷ്ടമുള്ള മോഡൽ തിരഞ്ഞെടുക്കും. അതുപോലെ ഓർത്തഡോക്സ് വിശ്വാസവും പെന്റക്കോസ് വിശ്വാസവും എല്ലാം സെയിം പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ അല്പം മോഡൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരേ വർഗത്തിൽപ്പെട്ടതല്ല, അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പം എങ്ങനെയാണ് പെന്റക്കോസ്റ്റൽ സുവിശേഷം നമ്മുടെ വിശ്വാസവുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഉപരിപ്ലവമായ ഈ 3 ഘടകങ്ങളിൽ മാത്രമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ശിശുസ്നാനം, വിശുദ്ധരോടുള്ള മധ്യസ്ഥം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലല്ല. അതിലും ഉപരിയായി അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്, അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ. അപ്പം അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അടിസ്ഥാനപരമായ വ്യത്യാസം വന്നത്? നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശിന്റെ മുകളിൽ ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു. അത് 3 ഭാഷകളിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. അത് 1 ലത്തീൻ ഭാഷ, 2 ഗ്രീക്ക് ഭാഷ, 3 എബ്രായ ഭാഷ. 3 ഭാഷകളിലാണ് ആ മേലെഴുത്തുണ്ടായിരുന്നത്. യവന ഭാഷ, എബ്രായ ഭാഷ, ലത്തീൻ ഭാഷ, ഇങ്ങനെ 3 ഭാഷകളിൽ അത് രേഖപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ദൈവശാസ്ത്രം ഈ 3 ഭാഷകളുടെ ചുറ്റിപ്പറ്റി ദൈവശാസ്ത്രമുണ്ടായി. അതായത് ഒരു ഗ്രീക്ക് ദൈവശാസ്ത്രമുണ്ടായി, ഒരു ലത്തീൻ ദൈവശാസ്ത്രമുണ്ടായി, ഒരു എബ്രായിക്ക് അല്ലെങ്കിൽ സെമിറ്റിക് ലാംഗ്വേജിൽ നിന്ന് സുറിയാനി ദൈവശാസ്ത്രമുണ്ടായി. അങ്ങനെ 3 ദൈവശാസ്ത്ര സ്ട്രീമുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പം സുറിയാനി ദൈവശാസ്ത്രം ഉണ്ട്, അതുപോലെ ഗ്രീക്ക് ദൈവശാസ്ത്രമുണ്ട്, അതുപോലെ ലത്തീൻ ദൈവശാസ്ത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു പാശ്ചാത്യ ദൈവശാസ്ത്രമുണ്ട്. ഇങ്ങനെ 3 സ്ട്രീമുകളായിട്ട് ദൈവശാസ്ത്രത്തെ നമുക്ക് കാണാം. അപ്പോൾ തന്നെ അത് 3 സഭാവിഭാഗങ്ങളായി രൂപപ്പെടുന്നതും അവരെല്ലാം ഐക്യത്തിൽ പ്രവർത്തിക്കുന്നതും പിന്നീട് ഭിന്നതകൾ ഉണ്ടാകുന്നതുമെല്ലാം സഭാചരിത്രത്തിന്റെ ഏടുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് പിൽക്കാലത്ത് വളരെ വ്യക്തമായി പാശ്ചാത്യ ദർശനവും പൗരസ്ത്യ ദർശനവും വ്യത്യാസപ്പെട്ടു എന്നുള്ളതാണ്. ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടു? പാശ്ചാത്യ ദർശനവും പൗരസ്ത്യ ദർശനവും ചില മേഖലകളിൽ ഇത് പരസ്പരം കൂടിക്കലർന്നിട്ടുണ്ട്. എന്നാൽ പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ പൗരസ്ത്യ കാഴ്ചപ്പാട്. പിന്നീട് പ്രൊട്ടസ്റ്റന്റ് മതഭേദത്തിന്റെ ആവിർഭാവത്തോടെ ഈ പാശ്ചാത്യ ദർശനത്തിൽ എവിടെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആ മേഖലകൾ കൂടുതലായി ശക്തിയോടെ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം ഓർത്തഡോക്സ് ദൈവശാസ്ത്രവുമായിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്, സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ജംഗ്ഷനിൽ പോയി ഒരു ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചാൽ അവനും പറയും സുവിശേഷം എന്താണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സുവിശേഷം പരിഹാസ വിഷയമാകുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ ദൈവശാസ്ത്രം അത് യുക്തിചിന്തകന്മാരും സ്വതന്ത്രചിന്തകന്മാരും നിരീശ്വരവാദികളും മുസ്ലിങ്ങളും ഒക്കെ പരിഹസിക്കുന്നുണ്ട്. എന്താണ് ഇവരെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സുവിശേഷം? പലപ്പോഴും ഓർത്തഡോക്സ് വിശ്വാസികളും ആ പരിഹാസത്തിന് ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്താണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സുവിശേഷം? ആദാമും ഔവായും ഏദൻ തോട്ടത്തിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു പാമ്പ് വന്ന് പഴം തിന്നാനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ പാമ്പ് കൊടുത്ത പഴം അവർ തിന്നു, പാപം പ്രവേശിച്ചു. ഇതാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. അപ്പം പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ പാശ്ചാത്യ വീക്ഷണത്തിൽ സുവിശേഷം പാപകേന്ദ്രീകൃതമാണ്. പാപത്തെ ചുറ്റിപ്പറ്റിയാണ് സുവിശേഷം. പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ദൈവത്തിന്റെ പുത്രൻ വരുന്നു, പാപമുണ്ടായി, പിന്നെ ആകെ പ്രോബ്ലമായി. ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്നുള്ളത് സ്വർഗത്തിന്റെ തലവേദനയായി. സ്വർഗം എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇത്തരത്തിലുള്ളൊരു ഗോസ്പലാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ പൗരസ്ത്യ സുവിശേഷം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. പൗരസ്ത്യ സുവിശേഷം ആരംഭിക്കുന്നത്
ഏദൻ തോട്ടത്തിലല്ല. പൗരസ്ത്യ സുവിശേഷം ആരംഭിച്ചാൽ അത് ഏദൻ തോട്ടത്തിലല്ല. പൗരസ്ത്യ സുവിശേഷം ആരംഭിക്കുമ്പോൾ അവിടെ പാമ്പും പഴുതാരയും ഏദൻ തോട്ടവും പഴവും പാപവും ഒന്നുമില്ല. അങ്ങനെയല്ല സുവിശേഷം ആരംഭിക്കുന്നത്. അപ്പം ഇതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. പൗരസ്ത്യ സുവിശേഷം ആരംഭിക്കുന്നത് ഈ സൃഷ്ടപ്രപഞ്ചം, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പാണ്. ഗോസ്പൽ. അപ്പം ഇതാണ് വ്യത്യാസം. പാശ്ചാത്യ സുവിശേഷം പറയുമ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി, അവൻ അനുസരണക്കേട് കാണിച്ചു, അതുവഴി ഒരു പാമ്പ് വന്നു. ഇതൊക്കെയാണ് അവരുടെ സുവിശേഷം. എന്നാൽ ഓതന്റിക് ഗോസ്പൽ, ദ ട്രൂ ഗോസ്പൽ, ആ ഗോസ്പൽ നമ്മൾ കാണുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ സുവിശേഷ ഗ്രന്ഥങ്ങളിലല്ല നമ്മൾ കാണുന്നത്. അത് അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് ായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഓർത്തഡോക്സ് ദൈവശാസ്ത്രം. ഇതാണ് ട്രൂ ഓതന്റിക് ഗോസ്പൽ. ഒറിജിനൽ ഗോസ്പൽ ഇവിടെയാണ് നമ്മൾ വായിക്കുന്നത്, ഓതന്റിക് ഗോസ്പൽ. അപ്പോസ്തലനായ പൗലൂസ് പറയാണ്, ഹി ചോസ് us in him before the creation of the world. For what? With what purpose? To be holy and blameless in his sight. To be holy and blameless in his sight. In love, he predestined us for adoption to sonship through Jesus Christ. അപ്പൊ ഇതാണ് ഒറിജിനൽ ഗോസ്പൽ, ഇതാണ് ഓർത്തഡോക്സ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ ഇവിടെ നോക്കുക, ലോകസ്ഥാപനത്തിനു മുമ്പ് ഇറ്റ് ഹാപ്പൻഡ്. അപ്പൊ സുവിശേഷം സംഭവിച്ചത് എവിടെയാണ്? 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിലിനോ, അതിനും ഒരു 2500 വർഷം മുമ്പ് അബ്രഹാമിന്റെ അടുത്തിനോ, അതിനും 1000 കൊല്ലം മുമ്പ് ഏദൻ തോട്ടത്തിൽ, അതുമല്ല. ലോകസ്ഥാപനത്തിനു മുമ്പ്, ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ്. എങ്ങനെ? ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് in him he chose us and predestined us for adoption through his son Jesus Christ. യേശുക്രിസ്തു എന്ന തന്റെ പുത്രനിലൂടെ നമ്മെ ദത്തെടുക്കേണ്ടതിന് നമ്മളെല്ലാം അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ്? ഉലകസ്ഥാപനത്തിന് മുമ്പ് അവന്റെ സ്നേഹത്തിൽ. ഈസ്റ്റേൺ ഗോസ്പൽ ഈസ് പവേർഡ് ബൈ the love of God. ദൈവത്തിന്റെ സ്നേഹത്താൽ ചലിക്കുന്നതാണ് പൗരസ്ത്യ സുവിശേഷം. ഇതാണ് ഈ അടിസ്ഥാനപരമായ വ്യത്യാസം. പൗരസ്ത്യ സുവിശേഷം ഏദൻ തോട്ടത്തിനും ഈ ഭൂമിക്കും ഈ സൃഷ്ടിക്കും ഈ ക്രിയേഷൻ എല്ലാത്തിനും മുമ്പ്, സകലത്തിനും മുമ്പ്, ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് വാസ് ലേഡ്, ലോകത്തിന്റെ അടിസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം നമ്മെ തന്റെ സ്നേഹത്താൽ തിരഞ്ഞെടുത്തു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിനാണ് പ്രാധാന്യം. അപ്പൊ അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ബിഹോൾഡ് വാട്ട് മാനർ ഓഫ് ലവ് ദ ഫാദർ ഹാസ് ഗിവൻ ടു us that we are called the children of God.
കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ വർഷിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്താലാണ് നാം ദൈവമക്കളായിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്താലാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത് സംഭവിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പം ഈസ്റ്റ് കാണുമ്പം ദൈവസ്നേഹത്തെയാണ് കാണുന്നത്, വെസ്റ്റ് കാണുമ്പോൾ ദൈവ കോപത്തെയാണ് കാണുന്നത്. ദൈവം കോപാകുലനാണ്, ആംഗ്രി ഗോഡ്. അപ്പോൾ പാശ്ചാത്യ സുവിശേഷത്തിലെ ഏറ്റവും പോപ്പുലറായ ഒരു പ്രസംഗകൻ ജൊനാഥൻ എഡ്വേർഡ്സ് എന്ന് പറയും. പ്രൊട്ടസ്റ്റന്റ് ലോകത്തിലെ ഏറ്റവും വിഖ്യാതനായ ഒരു പ്രസംഗകനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ പ്രസംഗമുണ്ട്, വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് അൻ ആംഗ്രി ഗോഡ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം കിട്ടും. വളരെ പ്രസിദ്ധമായ പ്രസംഗമാണ്. അപ്പോൾ ജൊനാഥൻ എഡ്വേർഡ്സ് പ്രസംഗിച്ചത് എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് അൻ ആംഗ്രി ഗോഡ് എന്നാണ്. പക്ഷേ അതാണ് പാശ്ചാത്യ സുവിശേഷം. പക്ഷെ പൗരസ്ത്യ സുവിശേഷം എ സിന്നർ ഇൻ ദ ലാപ്പ് ഓഫ് ആ ലവിങ് ഗോഡ് എന്നുള്ളതാണ്. ഒരു പാപി സ്നേഹവാനായ ദൈവത്തിന്റെ മടിയിൽ കിടക്കുന്നതാണ് പൗരസ്ത്യ ദർശനം. എന്നാൽ പാശ്ചാത്യ ദർശനം എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് അൻ ആംഗ്രി ഗോഡ് എന്നുള്ളതാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഈ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പാണ്. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പാകുമ്പോൾ അവിടെ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പൊ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകളൊന്നും മനുഷ്യന്റെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. യേശാവും യാക്കോബും ഒരു ഉദരത്തിൽ ഉരുവായതാണ്. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ അവർക്ക് പ്രായമാവുകയോ ചെയ്യും മുമ്പേ ദൈവം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു, അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പരമാധികാരമാണ്. അപ്പൊ നമ്മൾ വ്യക്തിപരമായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ടോ നിരാകരിക്കുന്നത് കൊണ്ടോ ദൈവത്തിന്റെ അഭിപ്രായം മാറുന്നു എന്നുള്ള വിധത്തിലാണ് പാശ്ചാത്യ സുവിശേഷം ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ കാണുന്നത്. നമുക്ക് നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം, നമ്മുടെ നിക്കിയ വിശ്വാസ പ്രമാണമുണ്ട്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ഏകപുത്രനും എന്ന് തുടങ്ങി നമ്മൾ എല്ലാ പ്രാർത്ഥനകളിലും ഉരുവിടുന്ന ആ വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണത്തിന്റെ ഉരുവിടലിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. പൗരസ്ത്യ സഭകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ചൊല്ലിയാലും അത് ചൊല്ലുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. പക്ഷേ പാശ്ചാത്യ ലോകത്ത് വിശ്വാസ പ്രമാണം ഏറ്റുപറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഏറ്റുപറയുന്നത്. അതാണ് വ്യത്യാസം. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അവർ പറയും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവിടെ കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതമാണ്. അപ്പൊ ആ പാശ്ചാത്യ സുവിശേഷത്തിന്റെ ആ മണ്ണിൽ നിന്ന്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വ്യക്തിപരമായി രക്ഷ നേടണം എന്നുള്ളൊരാശയം വരികയും പിന്നീട് ഈ അനാബാപ്റ്റിസ്റ്റുകൾ രംഗത്ത് വന്നു. അനാബാപ്റ്റിസ്റ്റ് എന്നുള്ള അവരെ ആദ്യം കളിയാക്കി വിളിച്ചതാണ്. ബാപ്റ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവര് അനാബാപ്റ്റിസ്റ്റ്, എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ് അർത്ഥം. അപ്പൊ വീണ്ടും സ്നാനപ്പെടുത്തുന്ന പറയുന്ന അർത്ഥത്തിലാണ് വിളിച്ചത്. പിന്നീട് അവർ ആ പേര് അങ്ങ് സ്വീകരിച്ചു. അങ്ങനെ അനാബാപ്റ്റിസ്റ്റുകൾ ഉണ്ടായി. അങ്ങനെയാണ് ഈ മുതിർന്ന സ്നാനം എന്നുള്ളൊരാശയം പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം വരുന്നതാണ്. അത് മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് ഉണ്ടായതല്ല. അപ്പൊ ഈ അനാബാപ്റ്റിസ്റ്റ് അത്തരത്തിലുള്ള ആശയങ്ങൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും രക്ഷ പ്രാപിക്കുക, അത് മുതിർന്നതിന് ശേഷം പ്രാപിക്കുക എന്നൊക്കെയുള്ള വളരെ വികലമായിരിക്കുന്ന ആശയങ്ങളെല്ലാം അതിനുശേഷമാണ് വന്നത്. എന്നാൽ ആദിമ സഭയുടെയും വിശേഷിച്ച് പൗരസ്ത്യ ദർശനവും അനുസരിച്ച് ദൈവത്തിനാണ് പരമാധികാരം. ഇപ്പൊ നമ്മുടെ സുവിശേഷത്തിൽ ദൈവത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ദൈവ കേന്ദ്രീകൃതവും ദൈവോന്മുഖവുമാണ് ദൈവശാസ്ത്രം, ആരാധനാ സമ്പ്രദായങ്ങൾ, ഇതെല്ലാം ദൈവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ്. ദൈവത്തിനാണ്
പരമപ്രാധാന്യം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ പ്രായമാവുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിളിച്ചവന്റെ ഇഷ്ടം ദൈവത്താൽ സംഭവിക്കുന്നു. ദൈവമാണ് ഇതിന്റെ കാരണഭൂതൻ. അപ്പോസ്തലനായ പൗലൂസ് പറയുമ്പോൾ ഇത് വ്യക്തമായിട്ട് എടുത്തു പറയുകയാണ്. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, മനുഷ്യരല്ല കാരണഭൂതരായിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചുമിരിക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഓതന്റിക് അപ്പോസ്തോലിക് ഗോസ്പൽ, യഥാർത്ഥ സുവിശേഷത്തിൽ ദൈവത്തിനാണ് പ്രാധാന്യം, ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ഇച്ഛയാണ്, ദൈവത്തിന്റെ തീരുമാനമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗോഡ്, ഇറ്റ്സ് എ വിൽ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ ഹിതമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ മുഴുവൻ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവ കേന്ദ്രീകൃതമായി ദൈവോന്മുഖമായി തിയോസെൻട്രിക് വർഷിപ്പ് നടക്കും. നമ്മൾ പാശ്ചാത്യ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ വർഷിപ്പ് എല്ലാം ക്രിസ്റ്റോസെൻട്രിക് വർഷിപ്പാണ്. അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഈ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം കൊണ്ടാണ്. തിയോസെൻട്രിക് വർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ ആണ് ആരാധിക്കുന്നത്. നമ്മുടെ വർഷിപ്പിൽ, നമ്മുടെ ലിറ്റാർജിയിൽ പരിശോധിക്കുമ്പോൾ ഓരോ സമയത്തും ഓരോ സ്ഥലത്തും നമുക്ക് ആ ത്രിയേക ദൈവത്തിന്റെ സ്തുതികള്, ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും. അപ്പൊ പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്ന കാണാം. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ പോകുമ്പോൾ തന്നെ പട്ടക്കാരൻ ശുഭഹോ ചൊല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് കാണാം. അത് ഓരോ പ്രാർത്ഥനകളെയും അറ്റസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കാരണം ഒരു ഗ്രൂപ്പ് വർഷിപ്പ് നടക്കുമ്പോൾ നിങ്ങളത് ഭാവനയിൽ കാണുക. ഇപ്പോൾ ഒരു ഓർത്തഡോക്സ് വർഷിപ്പ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വലിയൊരു ഗ്രൂപ്പായിട്ട് നിന്നതാണ് ആരാധിക്കുന്നത്. അപ്പം ജനങ്ങളുണ്ട്, പട്ടക്കാരുണ്ട്, ശുമാശന്മാരുണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരുമിച്ച് വർഷിപ്പ് നടക്കുന്ന സമയത്ത് പലരും പല പ്രാർത്ഥനകൾ ചൊല്ലുകയും ഏറ്റുചൊല്ലുകയും ചെയ്യുമ്പം ആ മുഖ്യ കാർമ്മികനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ശുഭഹോ ചൊല്ലുന്നത്. അപ്പം ബാക്കിയുള്ളവരെല്ലാം മെനവോലം മാലാമനം ചൊല്ലി പ്രതിവാക്യം പറയുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻറ്റിൽ നൗ ഇതുവരെയും ഈ പ്രാർത്ഥനകൾ കൃത്യമാണ്, ദൈവശാസ്ത്രപരമായി സഭയുടെ ചിന്തയ്ക്ക് അനുസൃതമാണ് എന്നുള്ള ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഒരു അറ്റസ്റ്റേഷനാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് ത്രിയേക ദൈവത്തിന്റെ നാമത്തിലാണ്. പിന്നീട് ഈ പ്രാർത്ഥനകളിൽ മുഴുവൻ തന്നെ ആ ട്രിനിറ്റേറിയൻ വർഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇനി ഇത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഈ ലിറ്റർജിയുടെ അല്ലെങ്കിൽ ഈ വർഷിപ്പിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മറിച്ച് നിങ്ങൾ പെന്റക്കോസ്റ്റൽ വർഷിപ്പിലേക്ക് പോവുക. ഞാനിപ്പം ഓർത്തഡോക്സിൽ നിന്ന് ധാരാളം ആളുകൾ പെന്റക്കോസ്റ്റൽ വർഷിപ്പിൽ വിസിറ്റിങ്ങിന് പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ കാഷ്വലായിട്ട്. കാരണം എനിക്കറിയാം, കാരണം പെന്തക്കോസ്റ്റിലായിരിക്കുമ്പോൾ തന്നെ ധാരാളം ഓർത്തഡോക്സുകാർ അവിടെ ബന്ധുക്കളുടെ കൂടെ, സ്നേഹിതരുടെ കൂടെയൊക്കെ യാദൃശ്യമായിട്ട് ചില സൺഡേസ് വിസിറ്റിംഗ് എന്നാണ് പറയുന്നത്, വിസിറ്റിങ്ങിന് വരും. അങ്ങനെ വരുന്നവരെ ക്യാൻവാസ് ചെയ്യാനൊക്കെ പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ക്രമീകരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വിസിറ്റിങ്ങിന് പോയിട്ട് പെന്തക്കോസ്ത് ആരാധന പരിചയമില്ലാത്തവരായിട്ട് ആരും കാണുകയില്ല. ഏതെങ്കിലുമൊക്കെ കാരണത്തിൽ മിക്കവരുടെ വീടുകളിലൊക്കെ ബന്ധുക്കൾ കാണും, അല്ലെങ്കിൽ തന്നെ യൂട്യൂബിലൊക്കെയൊക്കെ കാണാം. നിങ്ങളിനി ഈ ഒരു ആശയം ഉള്ളിൽ വെച്ചുകൊണ്ട് പെന്തക്കോസ്തൽ ആരാധനകൾ നിങ്ങൾ നോക്കുക. അവരൊരിക്കലും ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്നില്ല, അവരൊരിക്കലും ത്രിയേക ദൈവത്തിന് ആരാധന കൊടുക്കുന്നില്ല. കാരണം ദേ ആർ നോട്ട് ട്രിനിറ്റേറിയൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതൊരു കാറിന്റെ 2 മോഡലല്ല, മറിച്ച് ഇത് തികച്ചും വ്യത്യസ്തമായൊരു വാഹനമാണ്. പലപ്പോഴും നമ്മൾ ആ സുവിശേഷം നമ്മുടെ സുവിശേഷമാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ സുവിശേഷമല്ല ഈ സുവിശേഷം. അവിടെ തികച്ചും
നിരാശാജനകമായ സുവിശേഷമാണ്. പാപത്തെ കേന്ദ്രീകൃതമാക്കി ദൈവത്തിൻ്റെ ന്യായവിധിയെയും കോപത്തെയും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യന്റെ തീരുമാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്യക്തിപരമായ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുതിർന്നു കഴിഞ്ഞ് ഓരോരുത്തരും സ്വന്തം തീരുമാനത്തിന് ഈ രക്ഷ സ്വായത്തമാക്കണം എന്ന വിധത്തിൽ പഠിപ്പിക്കുകയാണ്. അതാണ് പാശ്ചാത്യ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകൾ. എന്നാൽ പൗരസ്ത്യ സുവിശേഷത്തിൽ ദൈവ കേന്ദ്രീകൃതമായിട്ട്, ദൈവോന്മുഖമായിട്ട്, തിയോസെൻട്രിക് ആയിട്ടാണ് നമ്മുടെ വർഷിപ്പ് പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. കാരണം ദൈവമാണ് ഇതിന് തുടക്കം കുറിച്ചത്. ദൈവമാണ് ഇതിൻ്റെ കാരണഭൂതൻ. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഓർത്തഡോക്സ് തിയോളജിയെ നോക്കിക്കഴിയുമ്പോൾ ഈ പൗരസ്ത്യ പിതാക്കന്മാരുടെ പഠനങ്ങളും ദൈവശാസ്ത്രവും നോക്കുമ്പോൾ ഈ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ ആശയങ്ങൾ, ഈ സുവിശേഷം നമ്മൾ കാണുന്നത് എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലുമാണ്. എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലുമാണ് നമ്മുടെ പൗരസ്ത്യ ദൈവശാസ്ത്രം മുഴുവൻ ചിതറിക്കിടക്കുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം അതിനോട് കൂട്ടിച്ചേർത്താൽ ഏറെക്കുറെ പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ഒരു 90% ഈ 4 ഗ്രന്ഥങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഈ 4 പുസ്തകങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും ദൈവശാസ്ത്ര ദർശനങ്ങളെ. പക്ഷെ പാശ്ചാത്യ ദർശനം എന്ന് പറയുമ്പം അവർക്ക് ഈ ഒരു കാഴ്ചപ്പാടല്ല ഉള്ളത്. അവർക്ക് തികച്ചും വ്യത്യസ്തമായ, തികച്ചും ദരിദ്രമായ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. ഇത് മലങ്കരയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റ് സ്ഥലങ്ങളെക്കാൾ അധികമായിട്ട് ഇപ്പോൾ ഓർത്തഡോക്സ് സഭകൾ ഉള്ള മറ്റ് സ്ഥലങ്ങൾ നിങ്ങൾ നോക്കുക. ഇപ്പോൾ സിറിയയിലൊക്കെ ഓർത്തഡോക്സ് വിശ്വാസികൾ പറഞ്ഞാൽ വളരെ കുറവാണ്. അല്ലെങ്കിൽ ലെബനോനിൽ കുറച്ച് ഓർത്തഡോക്സ് വിശ്വാസികളുണ്ട്. അല്ലെങ്കിൽ എറിത്രിയയിലോ എത്യോപ്യയിലോ ഒക്കെ കുറച്ച് ഓർത്തഡോക്സ്. അവർക്കൊന്നും ഇത്തരത്തിലുള്ള ചലഞ്ചുകളില്ല. കാരണം ആ സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രതികൂലങ്ങളും എതിർപ്പുകളും ഒക്കെ ഉള്ളതായതുകൊണ്ട് ഈ പെന്റക്കോസ്തൽ വിശ്വാസം അവിടെ ചെന്ന് അവരെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ നോക്കുന്നില്ല. എന്നാൽ മലങ്കരയിൽ നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ട്, സമാധാനമുള്ള ദേശമായതുകൊണ്ടും പെന്തക്കോസ്ത് വിശ്വാസം ഇവിടെ വേര് പിടിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ പെന്തക്കോസ്ത് വിശ്വാസം നോക്കുമ്പോൾ അത് ഒരിക്കലും പ്രതികൂലമുള്ള സ്ഥലത്തേക്ക് പോകുന്നില്ല. അനുകൂലമായ കാലാവസ്ഥകളിൽ, സൗകര്യപ്രദമായ സ്ഥലങ്ങളിലാണ് ഇവർ ആളുകളെ സ്വാധീനിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രത ഉള്ളവരായിരിക്കണം. മലങ്കരയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ വായിച്ചത് നെഹമ്യാവിൻ്റെ പുസ്തകമാണ്. അപ്പം നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ സൻബല്ലത്തും തോബിയാവും ഒക്കെ വന്ന് പ്രതിഷേധ സ്വരമുയർത്തുകയാണ്. അപ്പം അതിനു മുമ്പ് അവിടെ ദൈവജനം ഉണ്ടായിരുന്നു യെരുശലേമിൽ, അവർക്കാർക്കും പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കടന്നു. മതിലുകൾ ഇടിഞ്ഞു കടന്നതുകൊണ്ട് അവിടെയുള്ളവർക്ക് ഇഷ്ടമായിരുന്നു. മതിൽ പണിയാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവിടെയുള്ളവർ പ്രതിഷേധമായി, വലിയ എതിർപ്പുകളായി. അപ്പം മതിലിടിഞ്ഞും പട്ടണം തീ വെച്ച് ചുട്ട് നശിപ്പിക്കപ്പെട്ടും പിതാക്കന്മാരുടെ കല്ലറകൾ ഉപേക്ഷിക്കപ്പെട്ടും കിടന്നു. ഇതേക്കുറിച്ച് കേട്ടപ്പോൾ നെഹമ്യാവിന് ദുഃഖം തോന്നി. ഇന്ന് നമ്മുടെ പള്ളികളിൽ നോക്കിക്കഴിഞ്ഞാൽ അനേക കല്ലറകൾ ഉപേക്ഷിക്കപ്പെട്ടു. ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു ധൂപം വെക്കാതെ കല്ലറകളുണ്ട്. കാരണം അവരുടെ ആ കല്ലറകളിലുള്ളവരുടെയൊക്കെ മക്കൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം കല്ലറകൾ ഉപേക്ഷിക്കപ്പെട്ടു, മതിലുകൾ തകർക്കപ്പെട്ടു. മതിൽ തകർന്നു എന്ന് പറഞ്ഞാൽ യഥേഷ്ടം കയറ്റമിറക്കമാണ്. ഇവിടുന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അനേകർ നഷ്ടപ്പെട്ടു. ഇപ്പം യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ഓരോ സുറിയാനിക്കാരനും എവരിഡേ നിത്യപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നൊരു വാക്യമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, യെരുശലേമിൻ്റെ മതിലുകളെ പണിയണം. പക്ഷെ സത്യത്തിൽ നമ്മുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മതിലുകളെ പണിയുമ്പോൾ അതിന് സുരക്ഷിതത്വം ഉണ്ടാവും. മതിലിപ്പോൾ സുരക്ഷിതത്വത്തെ കൊണ്ടുവരും. മതിൽ ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കും. മതിൽ വ്യത്യാസത്തെ കൊണ്ടുവരും. കാരണം ഒരേ സ്ഥലങ്ങളുണ്ട്, അതിനകത്ത് നമുക്കൊരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് അറിയത്തില്ല. അവിടെ ഒരു മതിൽ കെട്ടി തിരിച്ചാൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. വ്യത്യാസത്തെ കൊണ്ടുവരും. പാശ്ചാത്യ സുവിശേഷം എന്താണ്, പൗരസ്ത്യ സുവിശേഷം എന്താണ് എന്നുള്ള വ്യത്യാസത്തെ കൊണ്ടുവരുവാൻ ഈ മതിലിന് സാധിക്കും. നമ്മുടെ പാട്ടുകളും അവരുടെ പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
ഈ മതിലിടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇതങ്ങ് കയറുകയാണ്. നമുക്ക് കുട്ടനാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കറിയാം, ഓരിവെള്ളം കയറുക എന്ന് പറയും, ഉപ്പുവെള്ളം കയറുക. അപ്പം അതുപോലെ പെന്തക്കോസ്ത് ദൈവശാസ്ത്രത്തിൽ അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായ അന്യമായ ദൈവശാസ്ത്ര കാഴ്ചപ്പാടിൽ രചിക്കപ്പെട്ട പാട്ടുകൾ യഥേഷ്ടം മലങ്കരയിൽ പ്രചരിച്ചു. അത് ഈ കാസറ്റുകളിലൂടെയും CD-കളിലൂടെയും ഒക്കെ പ്രചരിച്ചു. ആളുകളെല്ലാം യഥേഷ്ടം പാടുകയാണ്. നമ്മൾ മലങ്കരയിലെ സഭയുടെ ചരിത്രം പഠിച്ചാൽ, ഞാൻ കുറച്ചൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. വായിച്ചു നോക്കുമ്പം ചില തർജിമകളൊക്കെ ചെയ്തിട്ട് അതൊക്കെ അംഗീകാരത്തിന് വേണ്ടി അയക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള അംഗീകാരത്തോടെയാണ് ഓരോ പ്രാർത്ഥനകളും കൂട്ടിച്ചേർക്കപ്പെടുന്നത്. പക്ഷെ ഇന്ന് യാതൊരുവിധ അപ്രൂവലും ഇല്ലാതെ ഹൈലി ഹെററ്റിക് ആയിട്ടുള്ള സോങ്ങുകൾ, ഹൈലി ഹെററ്റിക് ആയിട്ടുള്ള ആളുകൾ രചിച്ച പാട്ടുകൾ യാതൊരു സങ്കോചവുമില്ലാതെ നമ്മൾ പാടുകയാണ്. കാരണം ഇത് എല്ലാം ഒന്നാണെന്നുള്ള ഒരു ധാരണ, നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണെന്നും ഇതെല്ലാം ഒരേ വിശ്വാസമാണെന്നുമുള്ള ഒരു ധാരണ രൂഢമൂലമായി അത് വളരെ അപകടമാണ്. അതുകൊണ്ടാണ് ഈ പാട്ടുകളെല്ലാം പാടുന്നത്. ഇപ്പം നിങ്ങൾ ഓർക്കും, ഒരു പാട്ട് പാടിയാൽ എന്താ കുഴപ്പം? കാരണം പാട്ടിനകത്ത് ഉപദേശമുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ മതിലിടിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ യാതൊരുവിധ പരിശോധനകളുമില്ലാതെ ഏത് പാട്ടും യഥേഷ്ടം പാടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മതിലുണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം മാറ്റം വരും. അതുകൊണ്ട് നമുക്ക് ഒരു മതിലാണ് ഉണ്ടാകേണ്ടത്. കാരണം ഈ സുവിശേഷവും ആ സുവിശേഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാവോ, ബൈബിൾ ക്രോഡീകരിക്കുന്നതിന് മുമ്പായി 80 ദുരുപദേശങ്ങളെ അല്ലെങ്കിൽ 80 വിപരീത ഉപദേശങ്ങളെ, ഹെരസികളെ, 80 ഹെരസികളെ ബൈബിൾ കൂടാതെ, അതായത് ക്രോഡീകരിക്കപ്പെട്ട ബൈബിൾ കൂടാതെ 80 ഹെരസികളെ നിർമാർജനം ചെയ്ത ഒരു സഭയാണ് സുറിയാനി സഭ. അപ്പം അത്രയും പ്രാധാന്യം, അത്രയും പ്രസക്തി ഉള്ള, അത്രയും ആർജവത്വം കാണിച്ചിട്ടുള്ള ഒരു സഭയാണ്. ആ സഭയാണിപ്പം ഇത്തരത്തിൽ ശോഷിക്കപ്പെടുന്നത്, മോഷ്ടിക്കപ്പെടുന്നത്. കാരണം ഈ സഭയിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്നു, ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്തുകൊണ്ടാണ്? ഈ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്. സൻബല്ലത്തിന് തോബിയാവിനും ഇഷ്ടമാണ്. കാരണം അവരുടെ കച്ചവടങ്ങൾ അവിടെ നടത്താം. ഇവിടുന്ന് എന്തെങ്കിലും അത്യാവശ്യം വേണ്ടി വന്നാൽ ഒരു തേങ്ങ പിരിച്ചുകൊണ്ട് പോകാം, പൈനാപ്പിൾ ഒടിച്ചുകൊണ്ട് പോകാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് സ്ത്രീകളെ വിവാഹം ചെയ്തുകൊണ്ട് പോകുന്നു, മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെ ഒരു കാര്യമാണ് യെരുശലേമിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ബലഹീനരായി, ദുർബലരായി, നിസ്സഹായരായി, നിഷ്ക്രിയരായി, നിസ്സംഗരായി ദൈവജനം യെരുശലേമിൽ കഴിഞ്ഞിരുന്നു. അത് സൻബല്ലത്തിനും തോബിയാവിനും അവർക്കെല്ലാം വലിയ താല്പര്യമായിരുന്നു. അപ്പം നിസ്സംഗരായ മലങ്കരയിലെ വിശ്വാസികളെ, നിഷ്ക്രിയരായ വിശ്വാസികളെ, മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികൾ നിഷ്ക്രിയരായും നിസ്സംഗരായും പാസീവ് മൈൻഡിൽ ഇത് ഒരു കാര്യമല്ല എന്നുള്ള വിധത്തിൽ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ഹെററ്റിക് പീപ്പിളിന് വലിയ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ സ്വത്വത്തെ തിരിച്ചറിയുന്നുവോ, എപ്പോൾ നിങ്ങളുടെ പൂർവിക പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങുന്നുവോ, എപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറകളെക്കുറിച്ചുള്ള എരിവ് നിങ്ങൾക്കുണ്ടാകുന്നുവോ, എപ്പോൾ നിങ്ങൾക്ക് ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെക്കുറിച്ച് ജാഗ്രത ഉണ്ടാകുന്നുവോ, ആ മതിലുകൾ പണിയണം എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകുന്നുവോ, അപ്പോൾ മുതൽ അവർ നിങ്ങൾക്ക് എതിരായി തുടങ്ങും. നിങ്ങളോട് വലിയ താല്പര്യം കാണത്തില്ല. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ മതിലുകളെ പണിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മതിലുകളെ പണിയുവാൻ, ഉപദേശത്തിന്റെ മതിലുകളെ പണിയുവാൻ മലങ്കരയിൽ ഓരോ വിശ്വാസികളും തയ്യാറാകണം. നമ്മളിപ്പം ഒറിജിനൽ സ്റ്റോറിയിൽ കാണുന്നത് വിദേശത്ത് സുഖലോലുപനായി ശൂഷൻ രാജധാനിയിൽ വീഞ്ഞ് ചഷകവുമായി സന്തോഷിച്ചിരിക്കുന്ന നെഹമ്യാവാണ്. പക്ഷെ നെഹമ്യാവ് ആ ന്യൂസ് കേട്ടപ്പോൾ നെഹമ്യാവിന്റെ ഹൃദയം അസ്വസ്ഥമായി. അവൻ എങ്ങനെയും തൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം പണിയണം എന്നുള്ള ആഗ്രഹമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിദേശത്തുള്ള ആളുകളും ഇപ്പൊ പ്രത്യേകിച്ച് നിസ്സംഗരായിട്ടിരിക്കുന്ന ആളുകളും ഒക്കെ ഈ ബലവത്താക്കുകശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയാം ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപത് യകിനർ ഘോറൂയന്മാർ എന്നിവരെ
ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും നീ കൈക്കൊള്ളണമേ. നമ്മൾ ഇവിടെ നോക്കുക, പരിശുദ്ധ ബാവാതിരുമേനിയുടെ ഒരു ഹൂത്തോമയാണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ പാടുന്നത്. സഭയുടെ വ്യക്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയാം. ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപത് യകിനർ കോറൂയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്കാനഗര. ദിസ് ഈസ് ദ പ്രേയർ. ഇതാണ് നമ്മുടെ സഭയിലെ മൈനർ ഓർഡേഴ്സ് എല്ലാം വരണം. എല്ലാ മൈനർ ഓർഡേഴ്സും ഉണ്ടാവുക. ആ മൈനർ ഓർഡേഴ്സ് എല്ലാം വളരെ ഫലവത്തായി പ്രവർത്തിക്കണം. ഇതാണ് ആ പ്രാർത്ഥനയും നമ്മൾ കേൾക്കുന്നത്. അപ്പം ശംശുവാനെ ആയാലും കോറൂയോ ആയാലും ഒക്കെ നമുക്ക് സംഗീതക്കാരും എല്ലാം വളരെ ജാഗ്രതയോടെ, സംഗീതക്കാർ ജാഗ്രതയോടെ, അതൊരു പട്ടമാണ്. പാട്ട് പാടുന്നവർക്ക് ഒരു പട്ടം, വായിക്കുന്നവർക്ക് ഒരു പട്ടം. ഇതാണ് നമ്മൾ കാണുന്നത്. മൈനർ ഓർഡേഴ്സ് എല്ലാം കാണുന്നത്. ആ മൈനർ ഓർഡേഴ്സ് എല്ലാം കൃത്യമായിട്ട് വന്നു കഴിയുമ്പോൾ സഭയുടെ ഉപദേശം വ്യക്തമായി പ്രസ്താവിക്കപ്പെടും. അപ്പോൾ സഭയുടെ ഭിത്തി ബലവത്താക്കുക, അങ്ങനെയാണ് പാടുന്നത്, സഭയുടെ ഭിത്തി. അപ്പം അതാണ് ഈ മതിൽ പണിയണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം മതിൽ പണി നടക്കുമ്പോൾ അതിന് ഓരോ സത്യവിശ്വാസികളും ശ്രദ്ധിക്കണം. അതെവിടെയാണ്? ഉപദേശത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മതിൽ പണിയേണ്ടത്. സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുന്ന മതില്. വ്യത്യാസം എവിടെയാണ് വരുന്നത്? അടിസ്ഥാനപരമായി ഈ സുവിശേഷവും അവരുടെ സുവിശേഷവും വ്യത്യസ്തമാണ്. സുവിശേഷം വ്യത്യസ്തമാകുന്നത് കൊണ്ട് ലോകവീക്ഷണം വ്യത്യസ്തമാണ്. വേൾഡ് വ്യൂ വ്യത്യസ്തമാണ്. മറ്റുള്ളവരെ കാണുന്നത്, ലോകത്തെ കാണുന്നത് വ്യത്യസ്തമാണ്. ഓരോ ഓർത്തഡോക്സ് വിശ്വാസി ലോകത്തെ കാണുന്നത് സൗമനസ്യത്തോടെയാണ്, സൗഹാർദ്ദത്തോടെയാണ്. പ്രകൃതിയെ കാണുന്നത് വ്യത്യാസമാണ്. പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടാണ് കാണുന്നത്. ഇതാണ് ഓർത്തഡോക്സ് പാരമ്പര്യം. പക്ഷെ മറ്റേത് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. ഇതെല്ലാം ദൈവം നശിപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണെന്നും അവരെല്ലാം നരകത്തിന്റെ വിറകുകൊള്ളികളാണ് എന്നുമാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തി, എന്നെ ഡിഫൈം ചെയ്യും, വ്യക്തിപരമായി തേജോവധം ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് ഭീഷണി. ഞാൻ ഫേസ്ബുക്കിൽ എഴുതും, സ്റ്റോറികളൊക്കെ എഴുതി നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഭീഷണി വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഫേക്ക് അക്കൗണ്ടുകളെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമല്ലോ എഴുതാം. കാരണം എൻ്റെ പ്രസംഗത്തിൽ ഒരിടത്തും ഞാനൊരു വിശുദ്ധനാണെന്ന് ഞാൻ പ്രസംഗിക്കുന്നില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിശുദ്ധി, ഇതാണ് പ്രശ്നം. വ്യക്തിപരമായ ജീവിത വിശുദ്ധിയൊന്നും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളെ ഓർത്തഡോക്സ് വർഷിപ്പിൽ ഓരോ പ്രാവശ്യവും പറയുന്നത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നാണ്. നിങ്ങൾ നോക്കിയ പെന്തക്കോസ്ത് വേദികളിൽ ഇതാ ഞാൻ പരിശുദ്ധനാകുന്നു എന്നുള്ള രീതിയിലുള്ള അവതരണമാണ് കാണുന്നത്. അപ്പം ഓർത്തഡോക്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, അടുത്ത് ഞാനോ ബലഹീനനും പാപിയുമാകും ദാസനാകും. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ദൈവത്തെ ഏറ്റവും അധികം ഉയർത്തുക, നമ്മളെ ഏറ്റവും അധികം താഴ്ത്തുക. പക്ഷെ തിരിച്ച് നിങ്ങൾ നോക്കുക, പ്രൊട്ടസ്റ്റന്റ് വേദികളിൽ നോക്കുമ്പോൾ അവര് മനുഷ്യരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അവര് തന്നെ സ്വയം അവരുടെ തീരുമാനം കൊണ്ട്, അവരുടെ വിശുദ്ധ ജീവിതം കൊണ്ട് അവരെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. കാരണം മുതിർന്നു കഴിഞ്ഞാണ് അവർ വിശ്വാസം സ്വീകരിക്കുന്നത്. മുതിർന്നു കഴിഞ്ഞാണ് അവർ അവരുടെ ഇഷ്ടത്തിൽ പോയി സ്നാനപ്പെടുന്നത്. അവരുടെ ഇച്ഛയിലാണ് അവർ സ്നാനപ്പെടുന്നത്. എന്നിട്ട് അതാണ് പ്രചരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ആളുകളുടെ ഉള്ളിലും വലിയ ഗിൽറ്റ് കോൺഷ്യസ് കൊണ്ടുവരിക, കുറ്റബോധം കൊണ്ടുവരിക. എന്നിട്ട് എത്ര പേരാണ് സ്നാനപ്പെട്ടില്ലെന്നുള്ള കുറ്റബോധം കൊണ്ട് നടക്കുന്നത് മുതിർന്നു കഴിഞ്ഞ്. ഇപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മാമോദിസ അല്ലെങ്കിൽ സ്നാനം എന്താണ്? സ്നാനത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ളവർ തന്നെ എപ്പോഴും പറയുന്നതാണ്. ഇത് സ്നാനം എന്ന് പറഞ്ഞാൽ മരിച്ചടക്കാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവർ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. സ്നാനത്തിൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഇതാണ് പഠിപ്പിക്കുന്നത്, പെന്തക്കോസ്തുകാരും പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ ഒരു സെക്കൻഡ്
ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചിരുന്ന യുക്തി ഉപയോഗിച്ചാൽ നിങ്ങൾക്കറിയാം, ലോകത്ത് ആരെങ്കിലും ഈ സ്വന്തമായിട്ട് ശവഅടക്കിന് നടന്നു പോകാറുണ്ടോ? ഈ സ്നാനം ശവസംസ്കാരമാണെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് വേണ്ടേ പോകാൻ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എടുത്തോണ്ട് പോകുന്നതല്ലേ നല്ലത്. ഞാൻ അവരുടെ യുക്തിക്കുള്ള മറുപടിയാണ് പറഞ്ഞത്, ദൈവശാസ്ത്രമല്ല പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കാരണം അവർ പലപ്പോഴും പറയുന്നത്, എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു സ്നാനം സംസ്കാരമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളിൽ എത്ര പേരാണ് ശവസംസ്കാരത്തിന് സ്വന്തമായി നടന്നു പോകുന്നത്? ഇപ്പൊ ബൈബിളിൽ പുതിയ നിയമത്തിൽ ചില ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ കാണിച്ചിരിക്കുന്ന ടൈപ്പ്, ഒന്നാമത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് നമ്മെ ഉയർപ്പിച്ചു എന്നുള്ളതാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് നമ്മെ ഉയർപ്പിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മെ ഉയർപ്പിച്ചു. ഈ കാര്യത്തിൽ ഒരു മരിച്ചു കിടക്കുന്ന ആളെ ഉയർപ്പിക്കുക. ഈ മരിച്ചു കിടക്കുന്ന ആൾ, വാട്ട് ഈസ് ദ പാർട്ട് ഓഫ് ദാറ്റ് പേഴ്സൺ? എന്താണ് മരിച്ചു കിടക്കുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുന്നത്? മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഓക്കെ, ഈ മരിച്ച ആളുടെ പാർട്ട് എന്താണ്? ഒരാൾ ചത്ത് കിടക്കുന്നു, ശവം അവിടെ കിടക്കുന്നു, വേറൊരാൾ ചെന്ന് ഈ ശവത്തെ ഉയർപ്പിക്കുന്നു. ഇനി ഈ ശവത്തിന്റെ പങ്ക് എന്താണ്? അല്ലെ ഈ മരിച്ചു കിടക്കുന്ന ആളുടെ പങ്ക് എന്താണ്? അതാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്, കൈ പൊക്കണം, കാർഡ് പൂരിപ്പിച്ചു കൊടുക്കണം, പിന്നെ അവിടെ ചെന്ന് സാക്ഷ്യം പറയണം. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗോഡ്. മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അടുത്തത് പറയാണ്, വീണ്ടും ജനിപ്പിക്കുക. നിങ്ങൾക്കറിയാം, ഒരാൾ ജനിക്കുക എന്നുള്ളതിന് അയാളുടെ പാർട്ട് എന്താണ്? ഞാനിപ്പോൾ തീരുമാനിക്കും ഞാനൊന്നും ഇന്നടത്ത് ജനിക്കുക, അങ്ങനെ പറ്റത്തില്ല. ജനനം എന്ന കാര്യത്തിൽ മനുഷ്യന് ഒരു പങ്കും ഒരു പങ്കാളിത്തവും ഇല്ല, ഓരോഹരിയുമില്ല. നിങ്ങൾ ജനിച്ചത് എവിടെയാണ്, ഏത് വീട്ടിലാണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്, ഏത് രാജ്യത്താണ്, ഏത് ഭൂഖണ്ഡത്തിലാണ്, ഇതിനൊന്നും നിങ്ങൾക്ക് തീരുമാനമില്ല. വി ഹാവ് നോ ചോയ്സ്. അപ്പം പുതിയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത് 3 ഉദാഹരണങ്ങളാണ്. ഒന്ന്, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ മരിച്ചു കിടക്കുന്ന ആൾക്ക് ഒരു പങ്കുമില്ല. 2, നമ്മൾ വീണ്ടും ജനിച്ചു എന്നുള്ളതാണ്. ഈ ജനിക്കുക എന്നുള്ള കാര്യത്തിലും ഒരാൾക്ക് ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റത്തില്ല. തികച്ചും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള കാര്യമാണ്. 3ാമത്തെ ഉദാഹരണം പറയുന്നത് ദത്തെടുത്തു എന്നുള്ളതാണ്. പ്രിയനായനിൽ നമ്മെ എന്ത് ചെയ്തു? ദത്തെടുത്തു. അഡോപ്ഷൻ. ദത്തെടുക്കുന്ന കാര്യത്തിലും ഒരിക്കലും ദത്തെടുക്കപ്പെടുന്ന ആൾക്ക് യാതൊരു സേയുമില്ല. ഇപ്പോൾ ഒരു അനാഥാലയത്തിൽ വന്നു, അവിടെ 60 പിള്ളേരുണ്ടായിരുന്നു. ന്യൂസിലാൻഡിൽ നിന്ന് ദമ്പതികൾ വന്നു, അവർ നോക്കി, പിള്ളേരെ എല്ലാം കണ്ടു. അനാഥാലയത്തിന്റെ ചുമതലക്കാരനായ അച്ഛനെയും അവിടുത്തെ സിസ്റ്റർ അമ്മയും ഒക്കെ കണ്ടു. അവരോട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ദത്തെടുക്കാൻ വേണ്ടി ഒന്നാമതായിട്ട് ഞങ്ങൾക്കൊരു പെൺകുട്ടിയെ ദത്തെടുക്കാനാണ് താല്പര്യം. ചോയ്സ് ആരുടേതാണ്? ഈ ന്യൂസിലാൻഡിൽ നിന്ന് വന്ന ദമ്പതികളുടെയാണ്. അപ്പം പെൺകുട്ടികളാണെങ്കിൽ ദത്തെടുക്കാൻ ഞങ്ങൾക്ക് 5 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ മതി. അപ്പം 5 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ അനാഥാലയത്തിൽ 7 പേരുണ്ട്. 7 പേരെ. ഇതിൽ ആരെയാണ് വേണ്ടത്? ആരാണ് തീരുമാനിക്കുന്നത്? ആ ദമ്പതികൾ ഇഷ്ടമുള്ള ഒരു കൊച്ചിനെ ദത്തെടുക്കുക. ഈ ദത്തെടുക്കപ്പെടുന്ന ആൾക്ക് യാതൊരു അഭിപ്രായവുമില്ല. പക്ഷേ പാശ്ചാത്യ സുവിശേഷത്തിൽ പറയുന്നത് നമ്മുടെ അഭിപ്രായം അനുസരിച്ചാണ്. ഒരു നല്ല ബെൻസ് കാറിൽ ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡും വൈഫും നല്ല ചിത്രശലഭം പോലെ ഒരു പെൺകുട്ടിയും പോകുന്നു. ബീച്ചിന്റെ സൈഡിൽ കാർ നിർത്തുന്നു. അവർ ബീച്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നല്ല മിടുക്കനായ ഒരു ആൺകുട്ടി നിലക്കടല വിൽക്കുന്നു. ആ കുട്ടിയെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സലിഞ്ഞു. അവനോട് ചോദിച്ചപ്പോൾ അവൻ ആരുമില്ല, നിലക്കടല വിറ്റ് ജീവിക്കുന്നു. മിടുക്കനായ ഒരു കുട്ടി. അയാൾക്ക് ആ കുട്ടിയോട് ഇഷ്ടം തോന്നി. അയാൾ ഭാര്യയോടും മകളോട് സംസാരിക്കുന്നു, നമുക്ക് ഇവനെ കൂടെ നമുക്ക് ദത്തെടുത്താലോ, വീട്ടിൽ കൊണ്ടുപോയാലോ. ആ പെൺകുട്ടിക്ക് വലിയ സന്തോഷം, എനിക്കാണ് കൂടെ കളിക്കാൻ ആരുമില്ല, നമുക്ക് കൊണ്ടുപോകാം. അവക്കൊരു ചേട്ടനായി. ഇവൻ ആ മോനെ എന്ത് ചെയ്യാണ്? ദത്തെടുത്തുകൊണ്ട് പോവാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, ആ നല്ല ബെൻസ് കാറിന്റെ സൈഡിൽ ഈ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് ഇവൻ ഇരിപ്പുണ്ട്. പേടിച്ചാറിന്റെ മുഖം, എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ആ കാർ ഇങ്ങനെ പോവാണ്. അവനെ ദത്തെടുത്തുകൊണ്ട് പോവാണ്. ഇതിനകത്ത് അവന് യാതൊരു ആക്റ്റീവില്ല. അതേസമയം ആ കഥ നമ്മൾ നേരെ തിരിച്ചു ചിന്തിക്കുക. നല്ലൊരു കാറ് വന്ന് നിൽക്കുന്നു, അതിൽ നിന്ന് ഒരു ഹസ്ബൻഡും വൈഫും ഒരു പെൺകുട്ടിയും ഇറങ്ങുന്നു. ഇവൻ അവിടെ നിലക്കടലൊക്കെ വിറ്റിരിക്കുന്നു. അപ്പോൾ ഇവൻ ഈ കാറും ഈ ഇവരെയൊക്കെ കണ്ടപ്പോൾ, അവരുടെ വേഷവും ഒക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവന് തോന്നി, ഇത് നല്ലതാണല്ലോ, ഇവരുടെ കൂടെ കൂടാമെങ്കിൽ. അപ്പോൾ ഇവൻ ചെന്ന് ചെന്നൈയെ കൂടെ കൊണ്ടുപോകാമോ, ദത്തെടുക്കാമോ എന്ന് അങ്ങോട്ട് ചെന്ന് ചോദിക്കും. എന്തായിരിക്കും സംഭവിക്കും?
എന്നെ ദത്തെടുക്കാമോ? ഇത് പോസിബിൾ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെയാണ് നിങ്ങളെ ഈ പാശ്ചാത്യ സുവിശേഷത്തിന്റെ പരാജയം നിങ്ങൾ കാണും. അത്രമാത്രം അപഹാസ്യമായ ഒരു സുവിശേഷമാണ് അവതരിപ്പിക്കുന്നത്. ആ സുവിശേഷമാണ് ഇവിടെയുള്ള ആളുകൾ വില കൊടുത്ത് വാങ്ങിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രമാത്രം അപഹാസ്യമായത്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ ഔട്ട് ഓഫ് ഹിസ് ലവ്, ഔട്ട് ഓഫ് ഹിസ് കമ്പാഷൻ, അവന്റെ സ്നേഹത്തിൽ അവൻ നമ്മെ തെരഞ്ഞെടുത്തു, അവൻ നമ്മെ മുൻ നിയമിച്ചു, അവൻ നമ്മെ മക്കളാക്കി, അവൻ നമ്മെ പ്രിയമക്കളാക്കി. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. വാട്ട് എ ഗ്രേറ്റ് ലവ് ഇറ്റ് ഈസ്. എത്ര മഹത്തായ സ്നേഹം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാശ്ചാത്യ സുവിശേഷവും പൗരസ്ത്യ സുവിശേഷവുമായിട്ടുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഈ വ്യത്യാസങ്ങൾ, ധാരാളം കാര്യങ്ങൾ ഇനിയും അതിനകത്ത് വരും. കാരണം ഓരോ പ്രാർത്ഥനകൾ വന്നു കഴിയുമ്പോഴും ഓരോ ഉപദേശങ്ങൾ വരുമ്പോഴും ഈ അടിസ്ഥാനപരമായ വ്യത്യാസം അതിൽ പ്രതിഫലിക്കും. അടിസ്ഥാനപരമായ വ്യത്യാസം. അപ്പം അതുകൊണ്ടാണ് പൗരസ്ത്യ സുവിശേഷം വളരെ പ്രശാന്തമായിട്ട് ആ പ്രാർത്ഥനകളെ ചൊല്ലുന്നത്. കർത്താവിൻ്റെ കരുണയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും എല്ലാം ദൈവത്തിൻ്റെ തീരുമാനവും, എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യവും, എല്ലാം ദൈവത്തിൻ്റെ ഔദാര്യവും, എല്ലാം ദൈവത്തിൻ്റെ ദാനവുമായിരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടെ നമ്മൾ ഏറ്റവും താഴ്മയുള്ളവരും, നമ്മൾ പാപികളും, നമ്മൾ ബലഹീനരും ദോഷികളുമാകുന്നു, കർത്താവിൻ്റെ കാരുണ്യമാണ് ഏറ്റവും വലുത് എന്ന്. അതുകൊണ്ട് കുറിയലായിസോൻ 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 എന്നെല്ലായ്പ്പോഴും ഏറ്റുചൊല്ലുന്നു. കർത്താവെ കരുണ ചെയ്യണമേ, കർത്താവെ കരുണ ചെയ്യണമേ. അപ്പൊ കർത്താവിൻ്റെ കൃപയും കരുണയുമാണ്. അപ്പോൾ നമ്മൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ കരുണ, ഹാവ് മേഴ്സി അപ്പോൺ മീ ലോർഡ്, ഐ എം എ സിന്നർ, ഞാനൊരു പാപിയാണ്, എന്നോട് കരുണയും. ദാറ്റ്സ് ഇറ്റ്. അതാണ് അൾട്ടിമേറ്റ് പ്രയർ. കാരണം ഇത് കർത്താവിൻ്റെ കരുണയിൽ സംഭവിക്കുന്നു. പക്ഷെ തിരിച്ച് നിങ്ങൾ നോക്ക്, പാശ്ചാത്യ സുവിശേഷത്തിന്റെ വേദികളിലേക്ക് നിങ്ങൾ നോക്ക്. അവിടെ ശാസനയും ബത്സനവും അധികാരം ഏറ്റെടുക്കലും ക്ലെയിമിങ്ങും ഒക്കെ നിങ്ങൾക്ക് കാണാം. ശാപം മുറിക്കുന്നു, ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബത്സിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ആളുകൾക്ക് കേൾക്കുമ്പോൾ ഹരമായി മാറുന്നത്. വഞ്ചിക്കപ്പെടുകയാണ്. മലങ്കരയിലെ ഓർത്തഡോക്സുകാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, അപമാനിക്കപ്പെട്ടിരിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കപ്പെട്ടു മലങ്കര ഓർത്തഡോക്സ് സഭാമക്കളിൽ നിന്ന്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ കൊള്ളയടിക്കപ്പെട്ട കോടികളുടെ കണക്ക് കേട്ടാൽ നിങ്ങൾ അന്തിച്ചു പോകും, അമ്പരന്ന് പോകും. അത്രമാത്രം വിഭവസമ്പത്തിനെ കവർന്നെടുത്തിരിക്കുന്നു. അനേക കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു, അനേക ബന്ധങ്ങൾ ഉടഞ്ഞിരിക്കുന്നു, അനേക ഫാമിലികളിൽ ഭിന്നതയെ വിതച്ചിരിക്കുന്നു. വിഷകരമായ സുവിശേഷം, അതിനെക്കുറിച്ചാണ് നാശകരമായ മതഭേദം എന്ന് പറയുന്നത്. നാശകരമായ ഈ മതഭേദം മലങ്കരയിൽ സ്വാധീനമുറപ്പിച്ചതിൻ്റെ കാരണം മതിൽ സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ ചൊല്ലുന്ന ആ പ്രാർത്ഥനയുടെ ഉരുവിടൽ കൂടുതൽ അർത്ഥപൂർണമാകുവാൻ നമുക്കത് കൂടുതൽ ആഴത്തിൽ, കൂടുതൽ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ എന്ന് പറയുമ്പോൾ ആ വരി ചൊല്ലുമ്പോൾ ഒരു മനസ്സിൽ മലങ്കരയുടെ മതിലുകളെ പണിയണമേ എന്നുകൂടെ മനസ്സിൽ ചൊല്ലുന്നുണ്ട്. വിരോധമൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എൻ്റെ ദൈവശാസ്ത്രപരമായ കുഴപ്പങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ വളരെ പണ്ഡിതരായ വൈദികരും മൽപ്പാന്മാരും ഒക്കെ നമുക്കുണ്ട്. കുഴപ്പമുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ ആ പ്രാർത്ഥനയുടെ ആ ഭാഗം വരുമ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ മലങ്കരയുടെ മതിലുകളെ പണിയണം. മലങ്കരയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുക, മലങ്കരയുടെ മതിലുകൾ പണിയപ്പെടട്ടെ. മലങ്കരയിൽ ഐക്യവും സമാധാനവും ദൈവശാസ്ത്രത്തിലുള്ള ആ അവബോധവും നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവും പിതാക്കന്മാരുടെ കല്ലറകളെക്കുറിച്ചുള്ള എരിവും ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെക്കുറിച്ചുള്ള ജാഗ്രതയും നമ്മുടെ പൈതൃകത്തെ പറ്റിയുള്ള അവബോധവും അഭിമാനബോധവും ഉണ്ടാകണം. കാരണം ഇത്ര ശ്രേഷ്ഠമായ ഒരു സുവിശേഷം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അപ്പോസ്തലന്മാർ ഏറ്റെടുത്തതും അപ്പോസ്തോലിക പിതാക്കന്മാർക്ക് കൈമാറിയതും അപ്പോസ്തോലിക പിതാക്കന്മാരിൽ നിന്ന് സഭാപിതാക്കന്മാരാൽ പരിപാലിക്കപ്പെട്ടതുമായ അതിശ്രേഷ്ഠമായ ആ സുവിശേഷം സത്യസന്ധമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനകളിൽ വിരചിതമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരിക്കലും മായം കലരാത്ത സുവിശേഷമാണ്.
അൺഅഡൾട്ടറേഡ് ഫോം ഓഫ് ഗോസ്പലാണ്, സിൻസിയർ മിൽക്കാണ്. അതാണ് വചനം എന്ന മായമില്ലാത്ത പാല് എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ വെരി സിൻസിയർ മിൽക്കായിട്ട് നമുക്ക് ഈ ഗോസ്പൽ ലഭിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാൻ നമ്മുടെ സുവിശേഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അത്. കാരണം സാധാരണ അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ളൊരു പ്രയോഗം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ പാശ്ചാത്യ സുവിശേഷത്തിൽ നിങ്ങൾ കാണുമ്പോൾ എല്ലാം അബ്രഹാമിൻ്റെ മക്കളാണ്. വിശ്വാസത്താൽ നമ്മൾ അബ്രഹാമിൻ്റെ മക്കളാണ്. അബ്രഹാമിൻ്റെ മക്കൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, അബ്രഹാമിൻ്റെ മക്കൾക്ക് വരുന്ന വിടുതലുകൾ, ഇതൊക്കെയാണ് നമ്മൾ അബ്രഹാമിൻ്റെ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശികൾ. ആ ഒരു പാറ്റേണിലാണ് പാശ്ചാത്യ ചിന്തകൾ പോകുന്നത്. എന്നാൽ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിലെല്ലാം നിങ്ങൾ നോക്കുമ്പം അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ള പ്രയോഗമല്ല, മറിച്ച് നിങ്ങൾ കാണുന്നത് ആദാമിൻ്റെ മക്കൾ എന്നുള്ള പ്രയോഗമാണ്. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്കാണേലും ആദാം മക്കൾക്കുദ്ധാനം വാഗ്ദാനം ചെയ്തോൻ മശിഹ, കണ്ടോ? അബ്രഹാമിൻ്റെ മക്കൾക്കല്ല, ആദാം മക്കൾക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തെ മുഴുവൻ വീണ്ടെടുക്കുവാനാണ് മശിഹ വന്നത് എന്നുള്ള യഥാർത്ഥമായ ആ ദർശനം. ഇത് ലോകത്തെ ഒരു ക്രിസ്തീയ വിഭാഗത്തിനും ഇല്ല. ഇത് നമുക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. സുറിയാനി ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം ആദാമക്കൾക്ക് ഉത്ഥാനം ആണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ നോക്കാം. ആദാമിനെയും അവൻ്റെ സർവ്വസന്താനങ്ങളെയും വീണ്ടെടുക്കേണ്ടതിനായി എന്ന് പറഞ്ഞ് നിരന്തരമായി ഈ പ്രുമിയോൻ സദറകളൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അവിടെ ഒരിടത്ത് പോലും അബ്രഹാമിനെയും മക്കളെയും എന്ന് പറഞ്ഞാൽ അത് വംശീയമായിട്ട് ആ ഒരു വിഭാഗത്തെ മാത്രം എക്സ്ക്ലൂസീവായി പോവുകയാണ്. കാരണം അവർക്ക് വേണ്ടി മാത്രം, യഹൂദന്മാർക്ക് വേണ്ടിയും അവരുടെ പാർശ്വവർത്തികൾക്കും വേണ്ടി മശിഹ വന്നു എന്നുള്ള വിധത്തിൽ ഒരിക്കലുമല്ല. കാരണം നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും നമ്മുടെ ലോകവീക്ഷണമാണ് മുഴുവൻ മനുഷ്യകുലത്തെയും ഒന്നായി കാണും, മുഴുവൻ മനുഷ്യവർഗത്തെയും ഒന്നായി കാണും. അവരെ മുഴുവൻ വീണ്ടെടുക്കുവാൻ, അവരെ മുഴുവൻ രക്ഷിക്കുവാനാണ് ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം എത്ര ഉദാത്തമായ, എത്ര ഉത്കൃഷ്ടമായ ചിന്തയാണ്, കാഴ്ചപ്പാടാണ്. അപ്പം ഇത്ര ശ്രേഷ്ഠമായ ഒരു പൈതൃക പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഡേൺ അല്ലെങ്കിൽ ഏറ്റവും അത്യാധുനികമായ ലോകവീക്ഷണത്തോട് കിടപിടിക്കുന്ന ഒരു ലോകവീക്ഷണം, കിടപിടിക്കുന്നല്ല അതിനെ അതിശയിപ്പിക്കുന്ന ഒരു ലോകവീക്ഷണം, അതാണ് ഓർത്തഡോക്സ് വേൾഡ് വ്യൂ. ഓരോ ഓർത്തഡോക്സുകാരനും ഇത് മനസ്സിലാക്കണം. കാരണം പെന്റക്കോസ്റ്റൽ വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയതാണ്, ശുഷ്കിച്ചതാണ്. അത് എന്താണ്, ഡിവിഷൻസിനെ കൊണ്ടുവരുന്ന, ഭിന്നതകളെ കൊണ്ടുവരുന്നതാണ്. അവർ പറയുന്നത് എക്സ്ക്ലൂസീവിസമാണ്. ഞങ്ങൾ മാത്രം രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ടു, അന്യഭാഷ പറഞ്ഞ് വെള്ളഷട്ടിട്ട്, ഇത്ര മാത്രം പറഞ്ഞാലും അവരുടെ ഗ്രൂപ്പിൽ തന്നെ പിന്നെയും സ്മോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വിശുദ്ധി, അതിവിശുദ്ധി, ഹോളിനെസ് ഗ്രൂപ്പ്, ഇങ്ങനെ. എന്നിട്ട് അവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കിയാൽ പെന്തക്കോസ്തുകാരുടെ ആക്ടിവിറ്റി നോക്കുക. അവരെപ്പോഴും പെന്തക്കോസ്റ്റിലുള്ളവരെ തന്നെ വിരൽ ചൂണ്ടി നിങ്ങളുടെ ശരിയല്ല, നിങ്ങൾ ശരിയല്ല, നിങ്ങളുടെ ശരിയല്ല, ഞങ്ങൾ മാത്രമേ രക്ഷപ്പെട്ടത്തുള്ളൂ, കാരണം നിങ്ങളുടെ ആ ഇത് ശരിയല്ല. അപ്പം ഇങ്ങനെ എപ്പോഴും അവരോട് നിങ്ങൾ ഏത് പെന്തക്കോസ്തു ഗ്രൂപ്പിനോട് ചോദിച്ചാലും അവരൊരു ചെറിയ ഗ്രൂപ്പിനെ എടുത്തു കാണിക്കുക. അത്രയും ചെറിയ ഗ്രൂപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർവ്യൂ അവരെ ചെയ്തു കഴിഞ്ഞാൽ അവർ പറയും അവർ പോലും രക്ഷിക്കപ്പെടുക, ആ ഗ്യാരണ്ടി ഇല്ല. കാരണം അത്രമാത്രം ദൈവം വിശുദ്ധനാണ്, നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏറെക്കുറെ ഒരു സാധ്യത ഞങ്ങളുടെ ഗ്രൂപ്പാണ് രക്ഷപ്പെടുന്നത്, പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ആരൊക്കെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത്രമാത്രം അവ്യക്തത നിറഞ്ഞ, അസംബന്ധമായ ഒരു ഉപദേശ സംഹിതയാണ് പാശ്ചാത്യ സുവിശേഷം അവതരിപ്പിക്കുന്നത്. അസംബന്ധ ജഡിലമായ, അബദ്ധജഡിലമായ, യുക്തിരഹിതമായ, അടിസ്ഥാനങ്ങളില്ലാത്ത ഈ അവ്യക്തമായ ഒരു സുവിശേഷം. അവർക്ക് ഒന്നിനും ഒരു രൂപമില്ല. പക്ഷെ ഇവിടേക്ക് നോക്കുമ്പോൾ ഓർത്തഡോക്സിയുടെ ബ്യൂട്ടി നിങ്ങൾ നോക്ക്. മുഴു മനുഷ്യവർഗത്തിന് വേണ്ടിയും മശിഹ വന്നു. മശിഹ എന്ത് ചെയ്തു? മശിഹ മരണത്തെ കൊന്നു. എത്ര കരുത്തുറ്റ പ്രസ്താവനയാണ് നടത്തുന്നത്. മശിഹ മരണത്തെ കൊന്നു. ആരുടെ മരണത്തെ? ഓർത്തഡോക്സ് വിശ്വാസികളുടെ മരണത്തെ കൊന്നു എന്നല്ല, മശിഹ മരണത്തെ കൊന്നു. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ഈ ഗുഡ് ന്യൂസ് പ്രഘോഷിക്കുന്നത് തൽക്കാലം മലങ്കരയിൽ ഈ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റവർക്ക് ആർക്കും അത് പറയാൻ പറ്റുന്നില്ല. നമ്മൾ അത് വ്യക്തമായിട്ട് പറയാണ്, മശിഹ മരണത്തെ കൊന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് പറയുന്നത്, മശിഹ മരണത്തെ കൊന്നു എന്നുള്ള ഗുഡ് ന്യൂസ്.
ആ ഗുഡ് ന്യൂസ്, ആദാമക്കൾക്ക് ഉത്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള ഗുഡ് ന്യൂസ്. ദുഃഖവെള്ളിയാഴ്ച കബറടക്ക ശുശ്രൂഷയുടെ സദറോ വായിക്കുമ്പം അവിടെ നമ്മൾ കേൾക്കുന്നു, ദൈവികമായ ഈ കബറടക്കം ആദാമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും വീണ്ടെടുത്തിരിക്കുന്നു, വിടുവിച്ചിരിക്കുന്നു. എത്ര പ്രഖ്യാപനമാണ്! അപ്പൊ മുഴുവൻ മനുഷ്യകുലത്തിനും വേണ്ടിയുള്ള ആ പ്രാർത്ഥനകളും മുഴുവൻ മനുഷ്യവർഗത്തെയും സ്നേഹിക്കുന്നതും സകല പരേതർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതും, മനസ്സിലായോ? നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ മാത്രം ഏറെക്കുറെ ഇതിനോട് അടുത്ത് വരുന്നതായിട്ട്. കാരണം അവർ ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പുരാതന ഋഷീശ്വരന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ നോക്ക്, ഓരോ ഓർത്തഡോക്സ് കുർബാനയിലും സകല പരേതർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. സകല പരേതർക്കും വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, സകല പരേതർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോർക്കും വിശ്വാസികളായ പരേതരായിരിക്കും. നല്ല അടുത്ത ശ്വാസത്തിൽ വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് വേണ്ടി വേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പ്രാർത്ഥിച്ച ആർക്ക് വേണ്ടിയാണ്? പരേതരായ മുഴുവൻ പേർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെയാണ് പെന്തക്കോസ്തുകാർ കളിയാക്കുന്നത്, വിമർശിക്കുന്നത്, വിധിക്കുന്നത്. ഇതിപ്പം നമ്മൾ മരിച്ചുപോയ നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, മരിച്ചുപോയ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് അതിശയകരമല്ലേ? നമ്മുടെ നാട്ടില് മരിച്ചുപോയ ശങ്കരനോ നാരായണനോ വാസുദേവനോ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾ പോലും ഒരുപക്ഷെ ബലിയിടുന്നുണ്ടാവില്ല, പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല. അവരുടെ മക്കൾ പോലും ഒരുപക്ഷെ മറന്നുപോയി കാണും. പക്ഷേ പരിശുദ്ധ സഭ മറക്കുന്നില്ല. ഓരോ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ പറഞ്ഞു മരിച്ചുപോയ സകലർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അടുത്ത് പറയുമ്പോഴാണ് പറയുന്നത് വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന, ലോകത്തെ സ്നേഹിക്കുന്ന, ഇത്ര ഉദാത്തവും ഉത്കൃഷ്ടവും ധന്യവുമായിരിക്കുന്ന ലോകവീക്ഷണത്തെ വെച്ചു പുലർത്തുന്ന ഒരു സഭാ പാരമ്പര്യം, പൈതൃകം നമുക്കുണ്ട് എന്നുള്ളത് ഓർത്ത് നമ്മൾ അഭിമാനിക്കണം. നമ്മുടെ സ്വത്വത്തെ നമ്മൾ തിരിച്ചറിയണം. എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഉള്ള ഒറ്റ അപേക്ഷയേ ഉള്ളൂ, നിങ്ങൾ ഈ മതിൽ പണിയുന്ന കാര്യത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. കാരണം ഈ മതിൽ നമ്മൾ പണിത് ഉയർത്തണം. ഈ മതിൽ പണിതേ മതിയാവും. കാരണം നെഹമ്യാവിന് ശൂഷൻ രാജധാനിയിൽ ഒരു കുറവുമില്ലായിരുന്നു. ശൂഷൻ രാജധാനിയിൽ സെക്കൻഡാണ്. രാജാവ് കഴിഞ്ഞാൽ പിന്നെ നെഹമ്യാവാണ്. അവിടെ സുഖമായിട്ട് വല്ലതും കഴിച്ചും കുടിച്ചും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നെഹമ്യാവ് ഉണ്ടായിരുന്നത്. പക്ഷേ നെഹമ്യാവിന് ഈ ചിന്ത, തൻ്റെ പിതാക്കന്മാരുടെ പട്ടണം തകർക്കപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ആ ചിന്ത നെഹമ്യാവിനെ ചലിപ്പിച്ചവിടുന്നു. നെഹമ്യാവിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. നെഹമ്യാവ് പ്രഖ്യാപിക്കാണ്, ആ പട്ടണത്തിന്റെ മതിലുകൾ പണിയുന്നവരെ ഇനി എനിക്ക് സ്വസ്ഥതയില്ല. അപ്പൊ ആ ഒരു ചിന്തയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ആ സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെടുന്ന, ആ എരിവിനാൽ നയിക്കപ്പെടുന്ന, ആ ഉണർവിനാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന, ഈ മതിലിനെക്കുറിച്ച് ജാഗ്രതയുള്ള, പിതാക്കന്മാരുടെ കല്ലറുകളെക്കുറിച്ച് എരിവുള്ള, സഭയെക്കുറിച്ചുള്ള ഒരു ചിന്തയുള്ള, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ള നിസ്സംഗതയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള നിസ്സഹായതയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാതെയോ ഇതിന് ചെയ്തിട്ടെന്താന്നുള്ള നിഷ്ക്രിയരായിട്ടിരിക്കുമ്പോൾ, ആ നിഷ്ക്രിയതയും ആ നിസ്സഹായതയും ആ നിസ്സംഗതയും ഈ ഹെററ്റിക് പീപ്പിൾ ഇഷ്ടമാണ്. സൻബല്ലത്തിനും തോബിയാവിനും ഇഷ്ടമാണ്. എന്നാൽ അവിടെ നമ്മൾ എഴുന്നേറ്റ് നിസ്സംഗത വിട്ട്, നിഷ്ക്രിയത വിട്ട്, നിസ്സഹായത വിട്ട് നമ്മൾ എഴുന്നേറ്റ് ഈ മതിൽ നമ്മൾ പണിയും എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ അവർക്ക് വലിയ പ്രകോപനം ഉണ്ടാവും. അതുകൊണ്ട് ഈ മതിലിനെ പണിയുവാൻ നമ്മുടെ പതിവ് പ്രാർത്ഥനകളിൽ നിന്ന് യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ എന്നുള്ള ആ പ്രാർത്ഥന, അത് മലങ്കരയുടെ മതിലുകളെ പണിയണമേ എന്നുള്ള അർത്ഥത്തിൽ, അത് സർവ്വ അർത്ഥത്തിലും മലങ്കര സഭയുടെ മതിലുകൾ പണിയപ്പെടേണ്ടതാണ്. അതിന്റെ പൂർവിക ശോഭയെക്കാളും അധികം ശോഭയുള്ളതായി എസ്രാ ശാസ്ത്രി ദൈവാലയം പണിത് കഴിഞ്ഞപ്പോൾ, നിങ്ങൾ എസ്രായുടെ പുസ്തകം വായിച്ചാൽ അറിയാം, മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ളവർ ഉച്ചത്തിൽ കരഞ്ഞുപോയി. കാരണം ഈ ആലയത്തിന്റെ ആ മഹത്വം കണ്ടപ്പോൾ, ശ്രേഷ്ഠത കണ്ടപ്പോൾ. അതുകൊണ്ട് മലങ്കര സഭയിൽ എല്ലാവിധത്തിലും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ആ മലങ്കര സഭയുടെ ലഭിച്ചിട്ടുള്ള, പൈതൃകമായി ലഭിച്ചിട്ടുള്ള, വരദാനമായി ലഭിച്ചിട്ടുള്ള ആ ദൈവശാസ്ത്രത്തിന്റെ, തിയോളജിയുടെയും ലിറ്റർജിയുടെയും പ്രസക്തി, അതിന്റെ ശോഭയിൽ ഹെററ്റിക് ആളുകൾ ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം ശലോമോൻ ദൈവാലയത്തിലേക്ക് എഴുന്നള്ളത്ത് കണ്ടപ്പോൾ ശേബാരാജ്ഞി ലജ്ജിച്ചു പോയി എന്ന് പറഞ്ഞതുപോലെ, ഇത്രയും നാൾ
ഇത് മലങ്കര സഭയിൽ നമ്മൾ ദുരുപദേശക്കാരാണെന്നും പാരമ്പര്യത്തിൻ്റെ അബദ്ധങ്ങളിൽ കിടക്കുന്നവരാണെന്നും ഒക്കെ പറഞ്ഞ് അട്ടഹസിച്ച് നടന്നവർ ഈ ദൈവശാസ്ത്രത്തിൻ്റെ മേന്മയും ശ്രേഷ്ഠതയും കണ്ട് ലജ്ജിക്കേണ്ടതിനായി, ഈ ദൈവശാസ്ത്ര അവബോധമുള്ളവരായി, ഇതിനെക്കുറിച്ച് അഭിമാനമുള്ളവരായി ഓരോ മലങ്കര ഓർത്തഡോക്സ് സഭാവിശ്വാസികളും ഉണരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരത്തിൽ 100 റാത്തൽ സുഗന്ധദ്രവ്യം നിക്കോദിമോസ് കൊണ്ടുവന്ന് യോസഫും നിക്കോദിമോസും ചേർന്ന് അവനെ അടക്കം ചെയ്തു. ആ പുനരുത്ഥാനത്തിന് ശേഷം അവൻ്റെ ആ സുഗന്ധദ്രവ്യമുണ്ടായിരുന്ന ആ വസ്ത്രങ്ങളെല്ലാം വിശുദ്ധ പത്രോസ്ലീഹ ശേഖരിക്കുകയും ആ തൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്ത ആ സുഗന്ധക്കൂട്ടുകളെ ചേർത്ത് മൂറോൻ തൈലം ഉണ്ടാക്കുകയും പരിശുദ്ധ അമ്മയെ മാമോദിസ കൊടുത്ത് ആ മൂറോൻ തൈലം അഭിഷേകം ചെയ്യുകയും തുടർന്ന് വിശ്വാസികൾക്ക് വേണ്ടി ആ മൂറോൻ തൈലം അഭിഷേകം ചെയ്യും. ആ മൂറോൻ തൈലം പാരമ്പര്യമായി നമുക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സഭയുടെ പാരമ്പര്യം. അതായത് നമുക്ക് ഇന്ന് ലഭ്യമായിരിക്കുന്ന മൂറോൻ തൈലം അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യപ്പെട്ടുള്ള മൂറോൻ തൈലത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഫിസിക്കൽ ബ്ലഡിന്റെ അംശമുണ്ട് എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. അപ്പം ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്, അത് നിസ്സാരമായി കളയരുത്. മൂറോന്റെ അഭിഷേകത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്, അത് എത്ര വിലമതിച്ചിരുന്നു, നമ്മുടെ പിതാക്കന്മാർ എത്ര വിലമതിച്ചിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഹെററ്റിക് പീപ്പിള് അവർ ചെയ്യുന്നത് പട്ടിയുടെ കൂടെ ഇരുന്ന് അവർ റൊട്ടി മുറിച്ചിട്ട് ഇത് കർത്താവ് നടത്തിയ അത്താഴത്തിൻ്റെ ഓർമ്മയാണെന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുന്ന അത്രമാത്രം, അതൊക്കെ ഒന്നും ഒരിക്കലും ഒരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ളതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, അത്തരത്തിലുള്ള സഭകളിൽ എത്രയോ ഓർത്തഡോക്സ് കുടുംബങ്ങളിൽ നിന്നുള്ളവർ പോയി കിടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനും അത്തരത്തിൽ പന്നിക്കുഴിയിൽ കടന്ന ഒരാളാണ്. കാരണം ഒരു വിലയും കൊടുക്കാതെ റൊട്ടി മുറിച്ചിട്ട് ഇത് കർത്താവിൻ്റെ വിശുദ്ധ മേശയാണെന്നൊക്കെ അവകാശപ്പെടുകയാണ്. അതിനെ അവഹേളിക്കുകയാണ്, അതിനെ ആക്ഷേപിക്കുകയാണ്, അതിനെ നിന്ദിക്കുകയാണ്, അതിനെ തുച്ഛീകരിക്കുകയാണ്, അതിനെ പരിഹസിക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ മണറാട് പള്ളിയിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്, വളരെ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന നിലത്ത് പോയി. ഞാൻ ഏറ്റവും മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു ഈ കുർബാന സ്വീകരണത്തിന്. ഒരു പെസഹായുടെ അന്നാണ്, പെസഹായ്ക്ക് വെളുപ്പിന്. ആ സമയത്ത് ഇത് താഴെ പോയ സമയത്ത് അച്ഛൻ ചെയ്യുന്നതാണ്. അന്ന് കരിമ്പനത്തര അച്ഛനാണ് ആ വിശുദ്ധ കുർബാന നിലത്ത് നിന്ന് മുട്ടുകുത്തിയിരുന്ന് ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നതും അവിടെ പിന്നീട് തൻ്റെ കുപ്പായം കൊണ്ട് തന്നെ അവിടെ കഴുകി തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നതാണ്. അത്രമാത്രം ഭയഭക്തി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഒരു അനുഭവം പങ്കുവെക്കായിരുന്നു. കാരണം നമ്മൾ ഈ വിശുദ്ധ കുർബാന അനുഭവിച്ച് കഴിയുമ്പം എന്തെങ്കിലും ഒരു അപ്പമോ പഴമോ ഒക്കെ കഴിച്ച് അതിൻ്റെ അംശമെല്ലാം തന്നെ ശരീരത്തിലേക്ക് സ്വാംശീകരിക്കും. കാരണം അത്ര ശ്രേഷ്ഠമായി കരുതുന്നു. കഴിഞ്ഞ ദിവസം ഒരു ബഹുമാനപ്പെട്ട വ്യക്തി എന്നോട് പറഞ്ഞാണ് പരിമല തിരുമേനിയെ കുറിച്ച്. അദ്ദേഹം വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം മുറിയിലേക്ക് പോകുമ്പോൾ അറിയാതെ തുപ്പി കോളാമ്പിയിലേക്ക്. പിന്നെ ഓർത്ത്, അയ്യോ ഞാൻ വിശുദ്ധ കുർബാന അനുഭവിച്ചതാണല്ലോ, ഇപ്പൊ തുപ്പിക്കളഞ്ഞില്ല. കാരണം വെള്ളം കുടിക്കുകയോ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ തുപ്പി, അത് തെറ്റായി പോയല്ലോ. അതുകൊണ്ട് താൻ ആ തുപ്പൽ കോളാമ്പിയിലുണ്ടായിരുന്ന മുഴുവൻ തുപ്പലും കൂടെ താൻ കഴിച്ചു എന്നാണ്. കാരണം എൻ്റെ കർത്താവിൻ്റെ തിരിശരീരം അങ്ങനെ തുപ്പിക്കളയാനുള്ളതല്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഭയഭക്തിയോടെ ഇതിനെ കണ്ടിട്ടുള്ള പിതാക്കന്മാരാണ്. അപ്പം ആ പൈതൃകവും ആ പാരമ്പര്യവും ആ സത്യവിശ്വാസവും എല്ലാം ഉപേക്ഷിച്ച് ഇത്തരത്തിൽ പട്ടികളുടെ കൂടെ ഇരുന്ന് മേശ നടത്തുന്ന ആളുകളുടെ ഇടയിൽ പോയി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എത്രയോ ഓർത്തഡോക്സ് കുടുംബങ്ങളുണ്ടെന്നറിയോ? നിങ്ങൾ അവരെ ഓർത്ത് ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും അവരെ സത്യവിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണം. അവരെ നിങ്ങൾക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയും. കാരണം ഇവിടെ ഉള്ളതിനേക്കാൾ ഒരു ശ്രേഷ്ഠമായ ഉപദേശമോ ദൈവശാസ്ത്രമോ അവിടെ ഇല്ല എന്നുള്ളതിൽ ഒരു മുൻ പെന്തക്കോസ്റ്റ് പാസ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ ഗ്യാരണ്ടി തരിക. യാതൊരു ശ്രേഷ്ഠമായ ഉപദേശവും ഇല്ല എന്ന് മാത്രമല്ല, ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ വെള്ളിയും ഈയവും പോലെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന, കൃത്യമായിരിക്കുന്ന, യുക്തിപരമായി, ദൈവശാസ്ത്രപരമായി, പാരമ്പര്യപരമായി, അപ്പോസ്തോലികമായി കൃത്യമായ, സത്യമായ, വ്യക്തമായ ഉപദേശമുള്ള ഈ സുവിശേഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ദൈവശാസ്ത്രത്തെ മുറുകെ പിടിച്ച്
കാണാതെ പോയ ആടുകളെ തിരഞ്ഞു രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്നുള്ള ആപ്തവാക്യം പോലെ ആ ക്രിസ്തുവിന്റെ സന്ദേശം കാണാതെ പോയ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരെ മടക്കിക്കൊണ്ടുവരാനുള്ള ധാർമ്മിക ബാധ്യതയും ഉത്തരവാദിത്വവും ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടെന്നുള്ള അത് സ്വന്തം ചുമതലയും ഉത്തരവാദിത്വവുമായിട്ട് ഏറ്റെടുത്ത്, ഇനി ആരെങ്കിലും നമ്മളെ നിയോഗിക്കണം, അല്ലെ അപ്പോയിന്റ് ചെയ്യണം, അല്ലെ ബാവാതിരുമേനെ വിളിച്ച് നീ ഇതിന് പോവും, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ സ്വന്തം ഉത്തരവാദിത്വമായിട്ട്. ഇപ്പം ശൂഷൻ രാജധാനിയിൽ വീഞ്ഞും കുടിച്ചിരുന്ന നെഹമ്യാവിന് തോന്നി തന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ആ പട്ടണം അതങ്ങനെ നശിച്ചു കിടക്കാൻ പാടില്ല, ആ മതിൽ പണിയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നിയതുപോലെ വ്യക്തിപരമായ ഉത്തരവാദിത്വവും ധർമ്മവുമായി കണ്ട് ഈ പ്രവർത്തനത്തിൽ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം എന്ന് ഞാൻ സ്നേഹബുദ്ധിയെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ആ നിശ്വാസത്തിന്റെ ഊഷ്മളത തളം കെട്ടി നിൽക്കുന്ന ഓർത്തഡോക്സ് ആരാധന എത്ര മനോഹരമാണ്. ആ ആരാധനയിൽ, ആ പാരമ്പര്യത്തിൽ, ആ പൈതൃകത്തിൽ അഭിമാനിക്കാം. അവന്റെ മുറിവുകളിൽ നിന്നുള്ള മൂറോൻ തൈലത്തിന്റെ മണമാണ് നമ്മുടെ മേൽ പരിശുദ്ധ മാമോദിസായോടുകൂടെ പൂശപ്പെട്ട മൂറോൻ തൈലം നൽകുന്നത്. ആ സ്നേഹമാണ്, ആ ധന്യതയാണ്, ആ ശുഭതയാണ്. നിശ്ചയമായിട്ടും അത് വലിയ അനുഗ്രഹമാണ്. ആ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് കാവലും കോട്ടയുമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നെ നിങ്ങളോടുകൂടെ ഇത്രയും ഷെയർ ചെയ്യുവാൻ ക്ഷണിച്ചതിന് ഇതിൻ്റെ ചുമതലക്കാർക്ക് എല്ലാ നന്ദിയും സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഞാൻ നിങ്ങളുടെ കമന്റുകൾ വായിക്കുന്നുണ്ടായിരുന്നു.
ആ